मतदान की प्रक्रिया के बारे में बताएंगे। अब मत विभाजन। ബി.ജെ.പി. നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ലോക്സഭയിൽ ഡീലിമിറ്റേഷനുമായി കൂട്ടിക്കെട്ടിയുള്ള വനിതാ സംവരണ ബിൽ പ്രതിപക്ഷം വോട്ട് ചെയ്ത് പരാജയപ്പെട്ടത്. 2/3 ഭൂരിപക്ഷമില്ലാത്തതിനാൽ മോദി സർക്കാരിന് നാണം കെട്ട് മുഖം കുനിക്കേണ്ടി വന്നു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സംവരണം സ്ത്രീകൾക്ക് നൽകുന്നതിനുള്ള 131ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് 2/3 ഭൂരിപക്ഷമില്ലാതെ പരാജയപ്പെട്ടത്. 352 വോട്ട് കിട്ടിയാലേ ബിൽ പാസ്സാകുമായിരുന്നുള്ളൂ. എന്നാൽ 298 വോട്ട് മാത്രമേ നരേന്ദ്രമോദി ഗവൺമെന്റിന് നേടാനായുള്ളൂ. 230 പേർ എതിർത്ത് വോട്ട് ചെയ്തതിനാൽ ബിൽ പരാജയപ്പെട്ടു. 2 നാളത്തെ ചർച്ചകൾക്കൊടുവിലാണ് വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ ലോക്സഭ ബിൽ തള്ളിക്കളഞ്ഞത്. ഭാവിയിൽ സർക്കാർ ബിൽ വീണ്ടും കൊണ്ടുവന്ന് പാസാക്കുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വീമ്പിളക്കിയിട്ടുണ്ടെങ്കിലും രാജ്യത്ത് കാര്യങ്ങൾ മാറുകയാണെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. 540 സീറ്റുള്ള ലോക്സഭയിൽ UPA സർക്കാർ കൊണ്ടുവന്ന് പാസാക്കിയെടുത്ത 33% വനിതാ സംവരണത്തെ ഡീലിമിറ്റേഷനുമായി കൂട്ടിക്കെട്ടാനുള്ള ശ്രമമാണ്. बहुमत द्वारा पारित नहीं हुआ। अब इस संविधान संशोधन पर विधेयक पर आगे की कार्रवाई करना संभव नहीं है। अतः संघ राज्य क्षेत्र विधि संशोधन विधेयक 2026 तथा परिसीमन विधेयक 2026 के संबंध में आगे की कार्रवाई पर निर्णय लेना है। माननीय संसदीय कार्य मंत्री जी, on the Constitution 131st Amendment Bill, we have 2 other bills, namely the Union Territories Laws Amendment Bill 26 and the Delimitation Bill 2026, which are intrinsically interrelated with the Constitution 131st Bill. So it cannot be viewed from the isolation. It is a माननीय सभापति महोदय, जो नतीजा आया है ये इतना ऐतिहासिक और महत्वपूर्ण പൊളിഞ്ഞത്. ഇതനുസരിച്ച് 2029 ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി രാജ്യത്തെ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിരുന്നു ബി.ജെ.പി. പ്ലാൻ. അതാണ് തകർന്നത്. ജനസംഖ്യ വളരെ കൂടുതലുള്ള UP, ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെയെങ്കിൽ കൈവിരലിൽ എണ്ണാവുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സീറ്റുകളുടെ ബലത്തിൽ കേന്ദ്രത്തിൽ ഭരിക്കാമെന്ന ഹുങ്കാണ് തകർന്നത്.